ഹലോ ഗായ്സ്, നമ്മളിന്ന് റെഡിയായി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? നമുക്കിന്ന് ഡെസേർട്ട് സഫാരി കാണാൻ പോയാലോ? എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മരുഭൂമിയൊക്കെ ഒന്ന് കണ്ട് ഒട്ടകങ്ങളെയൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരണം എന്ന്. സോ നമുക്കിന്ന് മരുഭൂമിയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി യാത്ര തുടങ്ങി. കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരു പാക്കേജാണ്. നമ്മുടെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ്, ക്യാമൽ റൈഡ്, സാൻഡ് ബോർഡിംഗ്, ഫയർ ഷോ, അങ്ങനെ കുറേ എൻ്റർടൈൻമെൻറ്റ്സും ഉണ്ട്. ഇതെല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസും ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മളെ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഗൈസ് നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒട്ടകങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അവിടെ റോഡിൻ്റെ സൈഡിൽ ഒരു കൂട്ടം ഒട്ടകങ്ങളെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഇതുപോലത്തെ വണ്ടിയിലാണ് പോകുന്നത്. ഈ വണ്ടിയിൽ കയറി ഒരു അഡ്വഞ്ചറസ് റൈഡായിരുന്നു നമ്മുടേത്. അതുപോലെ അടിപൊളി റൈഡായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ വണ്ടിയിൽ കയറിയിട്ട് ഇതുപോലെ അഡ്വഞ്ചറസ് റൈഡിൽ കയറുന്നത്. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്, അടിപൊളിയായിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. റൈഡെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ എത്തിയപ്പോൾ കാണാം കുറേ വണ്ടികൾ, അതായത് ഈ ബൈക്ക് പോലൊക്കെ ഇരിക്കും. ഇതിന് ശരിക്കുമുള്ള പേരെനിക്കറിയത്തില്ല ഗൈസ്, അറിയാവുന്നവരെ താഴെ കമൻറ്റ് ചെയ്യുക. നല്ല രസമുണ്ടായിരുന്നു. അതിൽ ഞാൻ കയറിയില്ല, ഇങ്ങനെ നോക്കി നിന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കണ്ടില്ലേ പരുന്ത്, ഈ പരുന്തിനെ നമുക്ക് വെച്ച് ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ കുറേ ഒട്ടകങ്ങൾ, നല്ല കാഴ്ചകളായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അതുവഴി മണലിൽ കൂടെ ഓടിച്ചാടി നടന്നു കളിച്ചു. അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് മണൽ കണ്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു എന്തോ ഒരു ഇതിൽ ഞാനങ്ങ് അറമാദിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി പോയി ഗൈസ്. അയ്യോ, അതൊന്നും വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരുന്നു. ഒട്ടകത്തിൻ്റെ മുകളിൽ കയറുന്നതും ഇറങ്ങുന്നതുമാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം നമ്മൾ ശരിക്കും പേടിച്ചു പോകും. നമ്മൾ കയറുന്നതും ഇറങ്ങുമ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ശരിക്കും പേടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും പേടിച്ചു. ഇഷ്ടമായിട്ട് അത്ര പേടിയില്ലായിരുന്നു, എന്നാൽ പോലും അത് എണീക്കുമ്പോഴത്തേക്കും കുറച്ച് പേടിയാവും ഗൈസ്. ബട്ട് നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു ക്യാമൽ റൈഡ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സിങ് ഏരിയയിലേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് ഞാനും വിഷ്ണുവേട്ടനൊക്കെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളൊരു അറബിക് സ്റ്റൈലിലേക്ക് മാറി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ അറബിക് ലുക്ക് ഗൈസ്? അടിപൊളി. അതിനുശേഷം ഞങ്ങൾ മൈലാഞ്ചി ഇടുന്ന ഒരു ഉമ്മേനെ കണ്ടു അവിടെ. സോ അത് കണ്ടപ്പോൾ എനിക്കും ഇടണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിരുന്നു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾ ഇവിടെയാണ് വൈകുന്നേരം പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. ഒരു ഓപ്പൺ ഏരിയയാണ്. അവിടെ എല്ലാം പോയി ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ഒരു സാൻഡ് വർക്ക് കാണുന്നത്. നല്ല അടിപൊളിയാണ്. ബോട്ടിൽ ഇങ്ങനെ മണലിനകത്ത് നമ്മുടെ നെയിംസും അതുപോലെ തന്നെ ഓരോരോ ഡിസൈൻസും ഒക്കെ ചെയ്ത് കൊടുക്കും. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ പോസ്റ്റായിട്ടിരുന്നു. വൈകുന്നേരത്തെ പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. ലൈറ്റ്സൊക്കെ ഓണാക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത ഫയർ ഷോയ്ക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. ബെല്ലി ഡാൻസ്, അതുപോലെ തന്നെ ഫയർ ഷോ. നല്ല അടിപൊളിയായിരുന്നു ഗൈസ്, കണ്ടു.
പിന്നെ നമ്മളൊരു വലിയ പാണ്ടക്കുട്ടനെ കണ്ടു ഗൈസ്. അവിടെ ഒരു നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പെട്ടെന്നുള്ളൊരു എൻട്രി ആയിരുന്നു അത്. അടിപൊളിയായിരുന്നു ആ ഒരു നടത്തവും അതുപോലെ തന്നെ സ്റ്റേജിലുള്ള ആ ഒരു ഡാൻസും നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളൊക്കെ കുറേ എൻജോയ് ചെയ്തു, കണ്ടില്ല, സ്റ്റേജിലൊക്കെ കയറി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നമ്മളങ്ങനെ നമ്മുടെ വീടിൻ്റെ സ്ഥലത്തെത്തി. അവിടുന്ന് കുറച്ചൊരു 10 മിനിറ്റ് നമുക്ക് നടക്കാനുണ്ട്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ചാച്ചാ, ബൈ ബൈ.